ഹലോ എവരിവൺ. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ക്ലാസ്സിലാണ് വന്നിരിക്കുന്നത് അല്ലേ, RRB ഗ്രൂപ്പ് ഡിയുടെ മാത്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ മാത്സിൻ്റെ തുടക്കം ശരിയായാൽ മാത്രമേ പിന്നെ അങ്ങോട്ട് നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നൊരു ക്ലാസ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി നിങ്ങൾ മിക്കുള്ള ആൾക്കാർക്കും മാത്സ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കാം. അതെനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ മാത്സ് അത്ര വില്ലനാണ്. നിങ്ങൾ മനസ്സിൽ കുറേയൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നോ അതേപോലെ നമ്മളാവത്തുള്ളൂ. ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് നമുക്ക് പാടാമെന്ന് വിചാരിച്ചങ്ങിരുന്ന ആ സബ്ജക്റ്റ് എപ്പോഴും പാടായിട്ട് തന്നെ നമുക്ക് തോന്നും. അതിനെക്കാട്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിനെ ആ ഒരു വെറുപ്പ് അതിനോട് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പഠിക്കാനായിട്ട് നോക്കുക. പഠിക്കുമ്പോൾ നമുക്ക് പറ്റാത്ത ഒരു സബ്ജക്റ്റും ഇല്ല. നമ്മളെ കൊണ്ട് എല്ലാ സബ്ജക്റ്റും നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. അപ്പോൾ എന്ത് വന്നാലും പഠിക്കുമെന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു നല്ല എന്ന് വെച്ചാൽ മാത്സിനെയും കൂടെ അങ്ങ് ഇഷ്ടപ്പെട്ട് തുടങ്ങുക. അപ്പോൾ എന്തെങ്കിലും ഒരു മാത്സുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോഴും തൊട്ട് അത് മറന്ന് തുടങ്ങിയിട്ട് നമുക്ക് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ പണ്ട് പഠിച്ച മാത്സ് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന മാത്സും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പണ്ട് നമുക്ക് സ്റ്റെപ്പിന് മാർക്കുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് സ്റ്റെപ്പിനൊന്നും മാർക്കില്ല. നമ്മളത് കറക്റ്റായിട്ട് എഴുതിയാൽ മാത്രമേ, ഓപ്ഷൻ മാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, മാർക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ആദ്യമേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയേഴ്സ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സ്ക്വയേഴ്സ്, ഒരു മിനിറ്റ് നിങ്ങളെ വീഡിയോ പോകുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സ്ക്വയേഴ്സ് ആണ്. സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് സ്ക്വയർ എന്ന് പറയുന്നത്. ഒരു നമ്പറിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. 1 × സ്ക്വയർ 1 ആണെന്നറിയാം, 2 × സ്ക്വയർ 4, 3 × സ്ക്വയർ 9 ആണ്, 4 × 16, 5 × 25, 6 × 36, 7 × 49, 8 × 64, 9 × 81, 10 × 100. ഇനി നമുക്ക് എല്ലാവർക്കും ഒരുവിധം ഉള്ളവർക്കൊക്കെ ഒരു 12 വരെയൊക്കെ അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അറിയത്തില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 25 വരെയുള്ള സ്ക്വയർ ആദ്യമേ ഒന്ന് കാണാതെ പഠിക്കാം. പിന്നെ അത് പഠിച്ചതിന് ശേഷം ഇത് ഇത്രയും കൂടെ അങ്ങ് ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, 11 സ്ക്വയർ ആകുമ്പോൾ 121, 12 144, 13 169, 14 ആണെങ്കിൽ 196, 15 225, 16 256, 17 ആകുമ്പോൾ 289, 18 ആകുമ്പോൾ 324, 19 സ്ക്വയർ 361, 20 സ്ക്വയർ 400. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി 21 സ്ക്വയർ ഒക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇപ്പോൾ ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 1 വരും. അതേപോലെ തന്നെ ആ ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 വന്നാലും അതിൻ്റെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 1 വരും. ഇപ്പോൾ ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 വന്നാൽ അതിൻ്റെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 4 വരും. അതേപോലെ ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 വന്നാലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 4 വരും. ഇത് കാണാതെ പഠിക്കണമെന്നില്ല. 1 × സ്ക്വയർ 1 ആണ്, 2 × സ്ക്വയർ 4 ആണ്, അതേപോലെ 8 × സ്ക്വയർ 64 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 4 ആണ്. 9 സ്ക്വയർ എത്ര എന്നറിയാം? 81 എന്നറിയാം. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തേ വരത്തുള്ളൂ? 1 എന്ന് വരത്തുള്ളൂ. അപ്പോൾ 1 വരുന്ന 2 കണ്ടീഷൻ ഉണ്ട്, ഒന്നുകിൽ 9 അല്ലെങ്കിൽ 1. ഇനി 2 വരുന്ന 2 കണ്ടീഷൻ ഉണ്ട്, 2 അല്ല 4. സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 വരുന്ന 2 കണ്ടീഷൻ ഉണ്ട്. എപ്പോഴാ? ഒന്നുകിൽ 2 വരണം അല്ലെങ്കിൽ 8 വരണം. ഇനി അടുത്തത് സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 വരുന്ന 2 കണ്ടീഷനുണ്ട്. 9 വരുന്ന 2 കണ്ടീഷൻ. 9 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തൊക്കെ വരണം? 9 ആകുമ്പോൾ ഒന്നുകിൽ ലാസ്റ്റ് ഡിജിറ്റ് 3 ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 7 ആയിരിക്കണം. 3ഉം 7ഉം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നുകിൽ 3 ആയിരിക്കണം അല്ലെങ്കിൽ 7 ആയിരിക്കണം. കാരണം 3 സ്ക്വയർ 9 ആണെന്നറിയാം. അപ്പോൾ 3 വന്നു, 9 വന്നു, 7 വന്നാലും 9 വരും. കാരണം 7 സ്ക്വയർ എത്ര? 49 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 9 വരും. ഇനി ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്ന 2 കണ്ടീഷൻ ഉണ്ട്. 6 വരുന്ന 2 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 6ൻ്റെ സ്ക്വയർ 36. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 6 വന്നാൽ ആ സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 6 വരും. ഇനി ലാസ്റ്റ് ഡിജിറ്റ് ഇപ്പോൾ ഒരു 4 വന്നാലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 6 വരും. കാരണം എന്താ?
നമുക്ക് 4ന്റെ സ്ക്വയർ 16 ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 16, 6 വരും. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഉണ്ട്, ഒന്നുകിൽ 6 ആയിരിക്കും അല്ലെങ്കിൽ 4 ആയിരിക്കും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇത്രയും കിട്ടിയായിരുന്നു? അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം ഒന്നും കൂടെ ഒന്ന് ഓർത്തേ. 1 4 9 6 ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. നോക്കിയാൽ 1 4 9 6, ഇവിടെ 1 4 9 6 തിരിച്ചു വന്നു. എന്നിട്ട് റിപ്പീറ്റ് വരാത്ത ഒരേ നമ്പർ ഏതാണ്? ലാസ്റ്റ് ഡിജിറ്റ് 5 വരുന്ന നമ്പറാണ്. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ചേക്കുക. എന്നിട്ട് നമ്മളിവിടെ മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് 5 വന്നാലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 വരും. അതേപോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് വരത്തില്ല, വേറെ എവിടെ 5 ലാസ്റ്റ് ഡിജിറ്റ് വരത്തില്ല. അതേപോലെ തന്നെ 0 വന്നാൽ മാത്രമാണ് ലാസ്റ്റ് ഡിജിറ്റ് സ്ക്വയർ എടുക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 വരിക. ആ രണ്ട് കണ്ടീഷൻ മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്ര ഓർമ്മയുണ്ടല്ലോ. ഇനി അടുത്തത് നമുക്ക് ക്യൂബിലോട്ട് പോവാം. ഓക്കെ, ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക? 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെയാണ് ക്യൂബ് എന്ന് പറയുക. അപ്പോൾ 1ന്റെ ക്യൂബ് 1, 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2 എന്ന് പറഞ്ഞാൽ 8 വരും. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര? 27 വരും. 4 ക്യൂബ് ആണെങ്കിൽ 64 വരും. 5 ക്യൂബ് ആണെങ്കിൽ 125 ആണ്. 6 ക്യൂബ് ആണെങ്കിൽ 216, 7 ക്യൂബ് 343, 8 ക്യൂബ് ആണെങ്കിൽ 512, 9 ക്യൂബ് 729, 10 ക്യൂബ് 1000, 11 ക്യൂബ് ആണെങ്കിൽ 1331. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഒരു 15 വരെ ആദ്യമേ ഒന്ന് പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങോട്ടുള്ളത് നോക്കാം. അത് വേണ്ടെന്നല്ല, നമ്മൾ ആദ്യമേ ഇത്ര വരെയെങ്കിലും പഠിക്കുക, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. മിക്കുള്ള ആൾക്കാർക്കും ഒരു 27 ഇവിടെ വരെയെങ്കിലും ജസ്റ്റ് അറിയായിരിക്കും. ഓക്കെ, 12ന്റെ ക്യൂബ് 1728 ആണ്. 13 ക്യൂബ് 2197 ആണ്. 14 ക്യൂബ് 2744 ആണ്. 15 ക്യൂബ് 3375 ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇവരുടെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്ന് നോക്കിക്കേ. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് എവിടെയെങ്കിലും വരുന്നുണ്ടോ? എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? ഇവിടെ 1 വരുന്നു, വേറെ എവിടെയും 1 വരുന്നില്ല. ഇവിടെ 8 വരുന്നു, വേറെ എവിടെ 8 വരുന്നില്ല. 7 വരുന്നു, വേറെ എവിടെ 7 ഇല്ല. 4 വന്നു, 4 ഇല്ല വേറെ എവിടെ. 5 ഇല്ല റിപ്പീറ്റ്. 6 ഇല്ല റിപ്പീറ്റ്. 3 ഇല്ല, 2 ഇല്ല, 9 ഇല്ല, 0 ഇല്ല റിപ്പീറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാവുന്ന കാര്യം എന്താ? നമ്പേഴ്സ് ലാസ്റ്റ് ഡിജിറ്റ് എന്ത് ചെയ്യുന്നില്ല? റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് നമ്പേഴ്സ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. 1 വന്നാൽ 1 എന്ന് വരും. 2 വന്നാലാണ് വ്യത്യാസം വരിക. 2 വന്നാൽ 8 വരും. 3 വന്നാൽ 7 വരും. 4 വന്നാൽ 4 അതേപോലെ വരും. 5 വന്നാൽ 5 അതേപോലെ വരും. 6 6, 7 8 വീണ്ടും വ്യത്യാസം. 9 വന്നാൽ 9, 0 വന്നാൽ 0 എന്ന് പറഞ്ഞാൽ വ്യത്യാസമുള്ള ഏരിയ എന്ന് പറയുന്നത് ഇത് രണ്ടും, അതേപോലെ തന്നെ ഇവിടെ രണ്ടും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 2 ലാസ്റ്റ് ഡിജിറ്റ് വന്നാൽ അതിൻ്റെ ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 വരും. 2 വന്നാൽ 8 വരും. 8 വന്നാൽ 2 വരും. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ്, ഇപ്പോൾ ക്യൂബിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 വരുവാണെങ്കിൽ അതിൻ്റെ ക്യൂബിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 വരും. ഇനി ക്യൂബിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്, ഇപ്പം നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണെങ്കിൽ അതിൻ്റെ ക്യൂബിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 വരും. ഇനി അടുത്തത് ക്യൂബിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 3 വരുവാണെങ്കിൽ അതിൻ്റെ ക്യൂബിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 7 വരും. 7 വരുവാണെങ്കിൽ ക്യൂബിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 3 വരും. അപ്പോൾ 7 വന്നാൽ 3 വരും. 3 വന്നാൽ 7 വരും. ഇത്ര മാത്രമേ ക്യൂബിന് പഠിക്കാനുള്ളൂ. ബാക്കി ഇപ്പോൾ 1 വന്നാൽ 1 വരും. 4 വന്നാൽ 4 വരും. 5 വന്നാൽ 5, 6 വന്നാൽ 6, 9 വന്നാൽ 9, 0 വന്നാൽ 0. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ജസ്റ്റ് ഇത്രയും വരെ ഒന്ന് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പഠിച്ചതിന് ശേഷം കുറച്ച് ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് ട്രിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യമേ നമുക്ക് ഇത് നിയർ ടു 50 ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് നിങ്ങളായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 12 വരെയുള്ള ടേബിൾ ഉണ്ടല്ലോ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, എല്ലാ ദിവസവും ഒരു മാസത്തേക്ക് എഴുതി നോക്കുക. ഒരു തവണ എഴുതിയാൽ മതി. എല്ലാ ദിവസവും കൃത്യമായിട്ട് എഴുതണം. അതേപോലെ തന്നെ 1 to 25 വരെയുള്ള സ്ക്വയർ എല്ലാവട്ടും ഒരു പ്രാവശ്യം എഴുതുക. എല്ലാ ദിവസവും ഒരു പ്രാവശ്യം എഴുതുക. ഇനി ക്യൂബ് ആണെങ്കിൽ 1 to 15 അല്ലെങ്കിൽ 20 വരെയുള്ള ക്യൂബ് എല്ലാ ദിവസവും ഒരു തവണ എഴുതുക. 1 to 20 ആദ്യമേ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1 to 15 എഴുതുക. അത് കഴിഞ്ഞിട്ട് 20 എത്തിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഡിഷൻ്റെ സ്പീഡ് കൂട്ടേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ അഡിഷൻ്റെ കാര്യം കൂടെ ജസ്റ്റ് പറഞ്ഞുതരാം. അഡിഷൻ്റെ കാര്യം വേറൊന്നുമില്ല. നിങ്ങൾ
എപ്പോഴും ഇപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെക്കാട്ടിയും നമ്മൾ രീതികളൊന്ന് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയാൽ കാൽക്കുലേറ്റർ കുത്താതെ നമ്മൾ സ്വന്തമായിട്ടൊന്ന് ആഡ് ചെയ്ത് നോക്കുക, മൈൻഡ് കാൽക്കുലേഷൻ കൂട്ടുക. കൂട്ടി ഇങ്ങനെ എഴുതി 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 നോക്കാതെ മൈൻഡ് കാൽക്കുലേഷൻ കൂട്ടാനായിട്ട് നോക്കുക. നമുക്ക് എന്നാലേ സ്പീഡ് കിട്ടത്തുള്ളൂ. നമുക്ക് ഈ ജനിക്കുന്ന എല്ലാവർക്കും എല്ലാത്തിനും സ്പീഡുള്ള ആൾക്കാരൊന്നും ഇല്ല. അത് അവർ സ്കിൽഫുള്ളായിട്ടെന്ന് വെച്ചാൽ അവർ സ്കില്ല് മേക്ക് ചെയ്തതാണ്. നല്ല സ്കില്ലെന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ട്രെയിൻ ചെയ്ത് അതുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സ്പോർട്സ് തന്നെ ആയാലും അവർ ട്രെയിൻ ചെയ്ത് ആ ഒരു രീതിയിലോട്ടാവുന്നതാണ്. അതേപോലെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് നിയർ ടു 50. നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പ വഴികളുണ്ട്. ഓക്കെ, അതിലൊരു മെത്തേഡാണ് സ്ക്വയർ ഓഫ് നമ്പേഴ്സ് നിയർ ടു 50 എന്ന് പറഞ്ഞാൽ 50ന് അടുത്തുള്ള നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. 49 ആണല്ലോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 49നെ 50 വെച്ച് കമ്പയർ ചെയ്യുക. 50 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1 കുറവല്ലേ, അപ്പം -1 എടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 1ന്റെ സ്ക്വയർ എടുക്കുക. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 എന്ന് വരും. നമ്മളത് 0, 1 എന്ന് കൺസിഡർ ചെയ്യുക. 0, 1 എന്ന് കൺസിഡർ ചെയ്തേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്ക്വയറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റാണ് എന്തെന്ന് വരുന്നത്, നമുക്ക് 0, 1 എന്ന് വരുന്നത്. 0, 1 എന്തുകൊണ്ട് എടുത്തേ? 50 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 49 1 കുറവാണ്, അതുകൊണ്ട് 1 എടുത്തു, -1 എടുത്തു. ഇനി ഈ ആൻസറിൻ്റെ ഈ സ്ക്വയറിൻ്റെ ഈ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1ന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ 0, 1 എന്ന് എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 25 നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 50ന് അടുത്തുള്ള നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ ഫ്രണ്ടിലത്തെ 2 നമ്പർ എന്ന് പറഞ്ഞാൽ 25നെ ബേസ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, 25നെ ബേസ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്താണ്? 25 ഇവിടെ 50 കുറവാണെങ്കിൽ 25 കുറയ്ക്കുക. ഇവിടെ 50 കൂടുതലുള്ള നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അത് 25 കൂട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന 50 1 കുറവുള്ള നമ്പറാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും എന്തായിരിക്കും? 25 1 കുറവുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ 2401. ഓക്കെ, ഇനി അടുത്തൊരു ചെറിയ ക്വസ്റ്റ്യൻ കൂടെ എടുക്കാം. 48ന്റെ സ്ക്വയർ നിങ്ങളൊന്ന് പറഞ്ഞേ. 50ന്ന് 2 കുറവ്, അപ്പോൾ -2 എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ -2ന്റെ സ്ക്വയർ എപ്പോഴും 2 ഡിജിറ്റ് ആയിട്ട് എഴുതുന്നത് കൊണ്ട് 04 എന്ന് നമ്മൾ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള 2 നമ്പർ കണ്ടുപിടിക്കണം. ഫ്രണ്ടിലുള്ള 2 നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25ന്ന് 2 കുറയ്ക്കുക, 2304. അപ്പോൾ നമ്മുടെ ആൻസർ 2304. ഇനി അടുത്തത് 51ന്റെ സ്ക്വയർ ആണെങ്കിലോ, 51 എന്ന് പറഞ്ഞാൽ 50ന്ന് 1 കൂടുതൽ. 50ന്ന് 1 കൂടുതൽ എന്ന് പറയുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? 1ന്റെ സ്ക്വയർ എടുക്കുക. 1ന്റെ സ്ക്വയർ ആകുമ്പോൾ 0, 1. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ എടുത്തു, 0, 1 വന്നു. ഇനി അടുത്ത ഇവിടെയാണല്ലോ, ഇവിടെ എന്ന് പറഞ്ഞാൽ 25ന്ന് നമ്മൾ എന്ത് ചെയ്യുക? 1 കൂട്ടുക. 25ന്ന് 1 കൂട്ടിയാൽ 2601. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയ 2601. ഇതിൻ്റെ ആൻസർ എന്താ? 2401. ഇനി അടുത്ത 38ന്റെ സ്ക്വയർ വന്നാൽ എങ്ങനെ എടുക്കണം? 38ന്റെ സ്ക്വയർ ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 38 എന്ന് പറഞ്ഞാൽ 50നെ വെച്ച് നോക്കുമ്പോൾ 12 കുറവാണ്. 12ന്റെ സ്ക്വയർ 144 എന്നറിയാമല്ലോ. പക്ഷെ നമ്മൾ അവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിട്ട് 2 പേരെ എഴുതാവൂ. 4ഉം 4ഉം അവിടെ എഴുതുക. 144 ആകുമ്പോൾ 1നെ നമ്മൾ ഇപ്പുറത്തോട്ട് ക്യാരി ആയിട്ട് കൊടുത്തു. ക്യാരി ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില നമ്പേഴ്സ് നമ്മൾ കൂട്ടിയിട്ട് ഒരു നമ്പറിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് എഴുതുന്ന കേസ് ഉണ്ടല്ലോ. ഗുണിച്ചിട്ട് നമ്മൾ കൂട്ടി എഴുതൂലേ, ഒരു ഭാഗത്തിൽ കൂട്ടി എഴുതുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു നമ്പർ താഴെ എഴുതിയിട്ട് ബാലൻസ് വരുന്ന ഒരുത്തനെ അപ്പുറത്തവൻ്റെ മണ്ടയിൽ എഴുതത്തില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. എന്താണ്? 38 ആകുമ്പോൾ 12 കുറവാണ്. 12 സ്ക്വയർ 144 4 4 1 അവിടെ കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 38 ആയതുകൊണ്ട് തന്നെ 25 വെച്ച് കമ്പയർ ചെയ്യുക. 25 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ്? 12 കുറവല്ലേ? 25ന്ന് 12 പോയാൽ എത്രയാണ്? 13 വരത്തില്ലേ? 1344. ഓക്കെ, 25ന്ന് 12 കുറയ്ക്കുക. അപ്പോൾ 13 അല്ലേ വരുന്നത്? 1344. ആ 1344 ഈ 1 കൂടെ കൂട്ടണം.
കാരണം 1 നമുക്ക് ഇവിടെ ഇല്ലേ, ആ 1 കൂടെ ചേരുമ്പോൾ 14 44. ഈ സൈഡ് നിങ്ങൾക്ക് കാണാമായിരുന്നു, എനിക്ക് തോന്നുന്നു ഇവിടെ വരെ അല്ലേ സ്ക്രീൻ ഉള്ളൂ, അതിൽ കൂടുതലുണ്ടോ? 38 ആണെങ്കിൽ ഈ സൈഡ് ഒന്നും കൂടെ ചെയ്യാം. 38ന്റെ സ്ക്വയർ ആകുമ്പോൾ 12 കുറവാണ്, 12ന്റെ സ്ക്വയർ 144 1 ഇവിടെ ക്യാരി ആയിട്ട് കൊടുത്തു. 25 12 കുറച്ച എത്ര? 25 12 കുറച്ച 13 ആ 13 ഒന്നും കൂടെ ചേർന്ന് 144. ഓക്കെ, അത് കിട്ടിയല്ലോ. ഇനി അടുത്തത് 42. 42 ആകുമ്പോൾ 50 എത്ര കുറവാണ്? 8 കുറവാണ്, അപ്പോൾ -8 എന്ന് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ എടുക്കുക, 8ന്റെ സ്ക്വയർ 64. അടുത്തേന്ന് പറഞ്ഞാൽ 25 എന്ത് ചെയ്യുക? 8 കുറയ്ക്കുക, അപ്പോൾ 17 64. 17 64 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 65ന്റെ സ്ക്വയർ എടുക്കുക. 65ന്റെ സ്ക്വയർ ആകുമ്പോൾ 50 വെച്ച് നോക്കുമ്പോൾ എത്ര കൂടുതലാണ്? 15 കൂടുതലാണ്. 15 കൂടുതലാകുമ്പോൾ 15ന്റെ സ്ക്വയർ 225. 25 അവിടെ കൊടുക്കുക. 15ന്റെ സ്ക്വയർ എത്ര? 225 ആണ്. 25 അവിടെ കൊടുക്കുക, 2 ക്യാരി ആയിട്ട് കൊടുക്കുക. 2 ക്യാരി ആയിട്ട് കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 25ന്റെ കൂടെ ഇവിടെ ഒരു 25 വരത്തില്ലേ? 25നെ ബേസ് ചെയ്തല്ലേ, നിയർ ടു 50 അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 25 15 കൂട്ടുക, 25ഉം 15ഉം കൂടെ ആകുമ്പോൾ 40 വരും. 40 2 കൂടെ ആകുമ്പോൾ 42. 42 25. ഓക്കെ, 42 25. ഇനി അടുത്ത 75ന്റെ സ്ക്വയർ. 75ന്റെ സ്ക്വയർ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? 50 25 കൂടുതലാണ്, അപ്പോൾ 25ന്റെ സ്ക്വയർ എടുക്കുക. 625 ആണ്. 25 ഇവിടെ കൊടുക്കുക, 6 ക്യാരി ആയിട്ട് കൊടുക്കുക. 25ന്റെ സ്ക്വയർ എത്രയാണെന്നറിയാം? 625. 6 ഇവിടെ കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ 25 പ്ലസ് എന്ത് ചെയ്യണം? 25 ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ 50 25 കൂടുതലല്ലേ? 75ന്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. 50 25 കൂടുതലാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള 25ൻ്റെ കൂടെ 25ഉം കൂടെ ആഡ് ചെയ്യണ്ടേ? അപ്പോൾ 50 വരും. ആ 50ൻ്റെ കൂടെ ഈ 6ഉം കൂടെ ചേരുമ്പോൾ 56 25. ഒന്നുകൂടെ പറഞ്ഞു തരാം. 75ന്റെ സ്ക്വയർ ആകുമ്പോൾ 50 വെച്ച് നോക്കുമ്പോൾ 75 എന്ന് പറഞ്ഞാൽ 25 കൂടുതലാണ്. 25ന്റെ സ്ക്വയർ എടുക്കുക, 625. 625 ആകുമ്പോൾ 25 അവിടെ ഇടുക, 6 ക്യാരി ആയിട്ട് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇവിടെ ഒരു 25 വരുമല്ലോ, ആ 25നോട് 25 കൂടെ കൂട്ടുക, 50 എന്ന് വരും. 50 6ഉം കൂടെ 56 25. 56 25. ഇനി അടുത്തത് 67. 67ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 17ന്റെ സ്ക്വയർ. 17ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 289. 2 ക്യാരി ആയിട്ട് കൊടുക്കുന്നു, 289. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 25ന്റെ കൂടെ 17 കൂട്ടുക. 25ന്റെ കൂടെ 17 കൂട്ടുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 42. 42ഉം 2ഉം കൂടെ ആകുമ്പോൾ 44. 44 89. ഓക്കെ, (44 89). അപ്പോൾ നിയർ ടു 50 നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമുക്കിന്ന് സ്ക്വയറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നോക്കാം, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ടോപ്പിക്സും കൂടെ നോക്കാം. ഇനി അടുത്തത് നിയർ ടു 50 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഒരു കൺസെപ്റ്റ് ആണ് സ്ക്വയർ ഓഫ് നമ്പേഴ്സ് നിയർ ടു 100 എന്ന് പറയുന്നത്. 100-നടുത്തുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നേരത്തെ നമ്മൾ ആദ്യത്തെ 2 ഡിജിറ്റ് 25നെ ബേസ് ചെയ്ത് ചെയ്തെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 99 100 വെച്ച് കമ്പയർ ചെയ്യണം. 100 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 1 കുറവാണ്, -1 എന്ന് എടുത്തു. അവസാനത്തെ 2 ഡിജിറ്റ് 1ന്റെ സ്ക്വയർ 01 എന്ന് വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് 25 എന്ന് കുറയ്ക്കേണ്ട സ്ഥലത്ത് 99 ക്വസ്റ്റ്യൻ നിന്ന് 1 കുറയ്ക്കുക. ക്വസ്റ്റ്യനിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 98.01. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. 98.01. ഇനി അടുത്ത 97 ആവുമ്പോൾ 100 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3 കുറവാണ്, 3ന്റെ സ്ക്വയർ 09. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എത്ര? 97 3 കുറയ്ക്കുക, 94.09. 94.09. ഇനി അടുത്തത് 107 ആണ്. 107 എന്ന് പറഞ്ഞാൽ +7 ആണ്. 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7ന്റെ സ്ക്വയർ 49. അതേപോലെ എഴുതി. ഇനി അടുത്ത 107 + 7 114. 114 49. ഓക്കെ, ഇനി അടുത്തത് 108 എന്ന് പറയുന്നത് എന്താ? +8 ആണ്. 108 ആകുമ്പോൾ +8 ആണ്. 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 64. 8ന്റെ സ്ക്വയർ 64. ഇനി അടുത്ത 108 + 8 116.
ഓക്കെ, അപ്പോൾ എത്രയാണ് 116/64. ഇത്രയും മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 111. 111 ഒന്ന് എന്താ, 100 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 11 കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, 11ൻ്റെ സ്ക്വയർ എത്ര, 121. അപ്പോൾ 21 നമ്മൾ അവിടെ എഴുതി, 1 ക്യാരി ആയിട്ട് കൊടുത്തു. ഇനി 111 11 കൂട്ടേണ്ടത്. 111 11 കൂട്ടുമ്പോൾ 122 വരും. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ കൂട്ടുക, അപ്പോൾ 123 21. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്ന് നിയർ ടു 50യും നിയർ ടു 100ഉം അല്ലേ പഠിച്ചത്. ഈ ക്വസ്റ്റ്യൻസ് അത്രയും കൃത്യമായിട്ട് പഠിച്ചിട്ട് വരിക. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എക്സാം ക്വസ്റ്റ്യൻ ഇത് ഡയറക്റ്റ് ഇങ്ങനെ ചോദിക്കത്തൊന്നുമില്ല, ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ കുറേ സമയം അവിടെ അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം, സ്പീഡും ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ താണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ നോക്കണം, സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും ഒക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.